ഹേ ഗായ്സ്, അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഗ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബുള്ളീസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. അതായത് ഈ ബ്രീഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ഈ ഒരു ബ്രീഡ് എന്ന് പറയുമ്പോൾ പിറ്റ്ബുള്ളാണ്, അല്ലെങ്കിൽ ആൾക്കാർ പേടിക്കും. എനിക്ക് തന്നെ പേഴ്സണലി കുറേ പേര് പേടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം വാക്കിങ്ങിന് കൊണ്ടുപോകാൻ നേരത്തായാലും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്തായാലും ഈവൻ ലിഫ്റ്റിലൊക്കെ കയറുമ്പോഴും ഇത് പിറ്റ്ബുള്ളല്ലേ, ഇതിനകത്ത് കയറ്റണ്ട, അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് കയറ്റണ്ട, അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടോ, ഈ ഡോഗ് ഭയങ്കര ഡേഞ്ചറസ് ആണ്, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരുടെ പറയാമായിരുന്നു ഇത് പിറ്റ്ബുള്ളല്ല, അമേരിക്കൻ ബുള്ളിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് അമേരിക്കൻ ബുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രീഡിന് അത്രയും അവർക്ക് അറിയത്തില്ല. അവർ ഈ പട്ടീനെ കാണുമ്പം പിറ്റ്ബുൾ എന്ന് ഒരു മുദ്ര കുത്തുന്ന കാരണം അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ബട്ട് ശരിക്കും എന്ന് പറയുന്നത് ഇത് അമേരിക്കൻ ബുള്ളിയാണ്. അതായത് ഇത് പല സൈസുകളുണ്ട്. ഇത് പോക്കറ്റാണ്. അപ്പോൾ പോക്കറ്റ് എന്ന് പറയുമ്പം ആദ്യം നമുക്ക് മൈക്രോ വരും, പിന്നെ പോക്കറ്റ്, പിന്നെ സ്റ്റാൻഡേർഡ്, പിന്നെ എക്സൽ, പിന്നെ അങ്ങനെ ഡബിൾ എക്സൽ ഒക്കെ കാണും. അപ്പം പോക്കറ്റ് ബുള്ളി എന്ന് പറയുന്നത് ഇവിടെ ലൈഫ് സ്പാൻ ഒരു 10 to 12 or maybe 13 years അങ്ങനെ ഉള്ളൊരു ലൈഫ് സ്പാനാണ്. പിന്നെ ഇവർ ഷോർട്ട് കോട്ടാണ്. അതുകൊണ്ട് തന്നെ വിൻ്ററിൽ നമ്മൾ അധികം പുറത്തോട്ടൊന്നും ഇവരെ നടത്തിക്കാനോ കൊണ്ടുപോകാൻ ചെയ്യരുത്. ഈവൻ ഏത് പട്ടിയായാലും വിൻ്ററിൽ ഷോർട്ട് കോട്ടുള്ള പട്ടികളാകുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ പിന്നെ ഡബിൾ കോട്ട് ഉള്ള പട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഷോർട്ട് കോട്ടുള്ള പട്ടിയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വിൻ്ററിൽ എസ്പെഷ്യലി എന്തെങ്കിലും ജാക്കറ്റോ അല്ലെങ്കിൽ ഷൂസ് അങ്ങനെയൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഷൂസ് എന്തിനാണ് ധരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് തണുപ്പിൻ്റെ ഇത്, പിന്നെ ഈ മഞ്ഞത്തൊക്കെ എസ്പെഷ്യലി കാനഡ പോലത്തെ കൺട്രീസിൽ മഞ്ഞുള്ളപ്പോൾ അവർ ഈ കല്ല്, ഒരു ഉപ്പ് പോലത്തെ ഒരു സാധനം വിതറും റോഡിലും വാക്കിംഗ് പാത്ത് വേസിലും പേയ്മെൻറ്റ്സിലും ഒക്കെ. അപ്പം അത് ഭയങ്കര ദോഷമാണ് പട്ടികൾക്ക്. അത് അതിൻ്റെ പുറത്തുകൂടി നടക്കുമ്പം അവർ പറയത്തില്ല, ബട്ട് അത് നല്ല ഷാർപ്പായിരിക്കും, കല്ല് പോലെ ആയിരിക്കും. അപ്പം അതിനകത്തൂടെ അവർ നടക്കുമ്പോൾ അവരുടെ കാലിൻ്റെ ആ പാതകളിൽ, അതായത് പോസിൽ ഭയങ്കര അവർക്ക് പെയിൻഫുൾ ആവുന്നൊരു സിറ്റുവേഷനാണ് അത്. അവർ ആ ഉപ്പ് കല്ലിൽ കൂടെ നടക്കുമ്പോൾ വരുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഉപ്പ് കല്ലിൽ കൂടെ ബെയർ ഫൂട്ടായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാല് വേദനിക്കുന്ന പോലെ തന്നെ അവർക്കും വേദന എടുക്കുന്നത്. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പൊന്നും ഇല്ലാത്തടുത്ത് വേണം നടത്തിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഷൂസ് ഇട്ടിട്ട് തന്നെ നടത്തിക്കണം വിൻ്ററിൽ. പിന്നെ ഇവരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിറ്റ് ടൈപ്പ് ബ്രീഡ് എന്ന് തന്നെ പറയാം ഇവർ. അതായത് പിറ്റ്ബുൾ ടൈപ്പ് ബ്രീഡ്, പിറ്റ്ബുൾ അല്ല ബട്ട് പിറ്റ്ബുൾ ടൈപ്പ് ബ്രീഡ് എന്ന് പറയും, അല്ലെങ്കിൽ പിറ്റ് ടൈപ്പ് ബ്രീഡ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടുവരുന്നത് ബ്രീഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ അമേരിക്കൻ ബുള്ളി വരും, പിന്നെ നമുക്ക് അമേരിക്കൻ സ്ട്രാഫോർഡ്ഷയർ ടെറിയർ ഉണ്ട്, ബുൾ ടെറിയർ ഉണ്ട്, പിന്നെ അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ വരും, പിന്നെ ഡോഗോ അർജൻറ്റീനോ, കായിനെ കോർസോ, പിന്നെ ഇമ്മാരത്തെ ഇതുപോലത്തെ ഉള്ള ബ്രീഡുകളൊക്കെ അതിനകത്ത് വരുന്ന അംബ്രല്ല ടേമിൽ വരുന്ന ബ്രീഡുകളാണ് ഇവരൊക്കെ ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തതൊക്കെ. അപ്പം ടെമ്പർമെൻറ്റ് വൈസ് വെച്ച് നോക്കുമ്പം അമേരിക്കൻ ബുള്ളി ഡോഗ്സ്, അതായത് ഈ ബ്രീഡ് നമുക്ക് നോക്കുമ്പം ഇവർ വളരെ എന്താ പറയുക, ഒരു കമ്പാനിയൻ ഡോഗാണ് ഇവർ. അല്ലാതെ ഇവർ അഗ്രസീവോ അല്ലെങ്കിൽ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നും ഉണ്ടാക്കിയെടുത്ത പട്ടിയല്ല ഇത് ഒരു മാൻമെയ്ഡ് ബ്രീഡാണ്, നാച്ചുറലി ഫോംഡ് ബ്രീഡല്ല. വേറെ പല 2-3 വെറൈറ്റി ബ്രീഡിനെ ഒന്നപ്പിച്ചിട്ട് ജനറ്റിക്കലി ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ബ്രീഡ്. അതായത് എനിക്കൊന്ന് 1980s അങ്ങനെ ആ ഒരു ടൈമിലൊക്കെയാണ് ഇത്. അത്യാവശ്യം പുതിയ ഇനം ബ്രീഡ് തന്നെയാണ് ഇത്. അതായത് പണ്ടത്തെ കാലത്തിൽ ഈ ബ്രീഡില്ലായിരുന്നു. പിന്നെ അവർ ആൾക്കാർ ഈ പിറ്റ്ബുളുടെ അഗ്രസീവ്നെസ് മാറ്റിയെടുത്ത് അങ്ങനെ, പക്ഷേ പിറ്റ്ബുളുടെ ലുക്ക് കൊണ്ട് താനും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രീഡാണിത്. അപ്പം നിങ്ങൾക്കിപ്പം പിറ്റ്ബുൾ ടൈപ്പ് ബ്രീഡ് വേണം, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ലോയലും കമ്പാനിയൻഷിപ്പ് ആയിട്ടുള്ള ഒരു ഡോഗ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും അമേരിക്കൻ ബുള്ളി എന്ന് പറയുന്നത്. മാറ്റർ ആവത്തില്ല, അതായത് എക്സൽ ആണോ അല്ലെങ്കിൽ പോക്കറ്റ് ആണോ മൈക്രോ ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണോ, ഇത് മാറ്റർ ആവത്തില്ല. എല്ലാം സൈസ് അമേരിക്കൻ ബുള്ളീസിനും ഒരേ ടെമ്പർമെൻ്റ് ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് സോഷ്യലൈസിങ് നമ്മൾ ചെറുപ്പം തൊട്ടേ ചെയ്തു വരണം, കാരണം അത് ഒത്തിരി മാറ്റർ ആവും.
നമ്മൾ എപ്പോഴും എല്ലാ പട്ടികളുടെ അടുത്തും നമ്മൾ നമ്മളാണ് ആൽഫ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും നിൽക്കണം. അത് ഈ ബ്രീഡ് മാത്രമല്ല, ഏത് ബ്രീഡായാലും നമ്മൾ അങ്ങനെ നിൽക്കണം. അപ്പോഴേ നമുക്ക് അല്ലെങ്കിൽ നമുക്കവിടെ നമ്മൾ പറയുന്ന ഈ പട്ടികൾ കേൾക്കത്തില്ല. എസ്പെഷ്യലി സ്റ്റബേൺ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഒരു ബ്രീഡ് ആകുമ്പോഴത്തേനും എസ്പെഷ്യലി. സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെപ്പോഴും പട്ടി എപ്പോഴും നമ്മുടെ ഒരു ഇതായിരിക്കണം, എന്താ പറയുക, പട്ടികൾക്ക് മനസ്സിലാവണം, അതായത് നമ്മളാണ് ഓണർ, അല്ലാതെ അവരല്ല ഓണർ എന്ന് ഉള്ളത് ചെറുപ്പം തൊട്ടേ നമ്മൾ അവരെ അത് ശീലിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, ചെറുപ്പത്തിൽ നമ്മൾ അവരെ കൊണ്ടുവരുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവർക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അവരെ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കണം. ബേസിക് കമാൻഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ അവരെ ഇപ്പം സിറ്റ്, സ്റ്റേ, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ആൾക്കാർ വരുമ്പം അവർ ഈ പട്ടി അത് ചെയ്ത് കാണിച്ചിട്ട് കൈകൊട്ടൽ വാങ്ങിക്കാൻ അല്ല. അതല്ല അതിൻ്റെ മോട്ടീവ്. ശരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ്, നോ, സ്റ്റേ, കം, ഡൗൺ, അപ്പം ഇങ്ങനത്തെ കമാൻഡ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമാൻഡ്സുകളാണ്. അത് നമുക്ക് ഡെയിലി ലൈഫിൽ, പട്ടി ഈവൻ വലുതായി കഴിഞ്ഞിട്ട് പോലും ഡെയിലി ലൈഫിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ കമാൻഡ്സൊക്കെ അവർ നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നുള്ളത് ട്രീറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, ബട്ട് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഒരിടത്തേക്ക് പോവുക, പട്ടിയെടുത്ത് ഇവിടെ സ്റ്റേ എന്ന് പറയുക, അപ്പോൾ അവരോട് നിൽക്കണം. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് എടുക്കുക, അപ്പം പട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും, അപ്പം നോ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മുടെ ഈ കമാൻഡ്സ് അവരെ ഈവൻ ആയാൽ പോലും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഈ കമാൻഡ്സൊക്കെ വെച്ചിട്ട് അവരെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോഴേ അവർ നമ്മുടെ വാക്കുകളൊക്കെ പറഞ്ഞാൽ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർ താന്തോന്നികളായിട്ട് നടക്കും. അപ്പോൾ ടെമ്പർമെൻറ്റ് വൈസ് വെച്ച് പറയുമ്പം ഭയങ്കര കമ്പാനിയൻഷിപ്പുള്ള നല്ലൊരു എന്താ പറയുക, അങ്ങനെ അഗ്രസീവ് ഒന്നും അല്ലാത്ത രീതിയിലുള്ള ബ്രീഡ് തന്നെയായത്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാൻ എന്തെങ്കിലും പോയിൻറ്റ്സ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇനി എന്തെങ്കിലും വീഡിയോസ്, ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.